അഭിനയിച്ച സിനിമകളിൽ ഏറ്റവും ഓർക്കാൻ ഇഷ്ടമുള്ള സിനിമ നോണയെ പറയാമോ? ഓർക്കാൻ ഇഷ്ടമുള്ള പടം നോണയെ പറയാമോ? എനിക്കാണെങ്കിൽ പിന്നെ കുറെ ഉള്ളതുകൊണ്ട് അതുകൊണ്ടാണ് ഇത് എടുത്തു പറയുന്നത്. രണ്ടു മൂന്ന് ഓപ്ഷൻ വേണം. രണ്ടൂന്നൊന്നും വേണ്ട, ഇത് കണ്ടുപിടി, ഫിൽട്ടർ ചെയ്തെടുക്കട്ടെ. ഏറ്റവും ഓർക്കാൻ ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ ഫിൽട്ടർ ചെയ്തിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇച്ചിരി ചൂട് കൊണ്ടൊരു പടം ഉണ്ടായി, വെയിൽ. ഓക്കെ. അതിനുശേഷം ഷെയ്ൻ മുടി വെട്ടാറില്ല. പിന്നെ എനിക്ക് കത്രിക കാണുമ്പോ പേടി. ബാർബറുടെ അടുത്ത് ചെന്ന് കഴിയുമ്പോ ബാർബർ ഷോപ്പില് സ്റ്റൈലിസ്റ്റിന്റെ അടുത്തൊക്കെ ചേട്ടാ എന്താണേലും താടി പഠിച്ചു, പക്ഷെ മുടി പാടില്ല, അത് മുടി ഞാൻ വെട്ടിക്കോളാം ചേട്ടാ. ഇപ്പൊ വീട്ടില് മേടിച്ചിട്ടുണ്ടെന്ന് സെറ്റൊക്കെ ട്രിമ്മറൊക്കെ ഷെയ്ൻ സ്വന്തമാണ്. അതെ, ഞാനിപ്പോ സൈഡായിട്ട് സലൂണും നിർത്തുന്നുണ്ട്, വെട്ടി വെട്ടി പഠിച്ചിട്ടേ. വാ, നല്ല ജോലിയാണോ, ഗുണമില്ലേ? അതോടുകൂടി ബിസിനസ് ഒരു സൈഡില്. ഈ റൗണ്ടിലെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഷെയ്നോട് ആദ്യം ചോദിക്കണം. നന്നായി പറയണം 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 എന്ന് പല തവണ തോന്നിയിട്ടും ഇനിയിപ്പോ അത് അവക്ക് വിഷമാവണ്ട എന്നോർത്ത് പറയാതിരുന്ന 3 കാര്യങ്ങൾ. എനിക്ക് വിഷമാവണ്ടെന്നാ? പിന്നെ നുണ പറയണം. നുണയാണ് പറയേണ്ടത്, നുണയാണ് പറയേണ്ടത്. നുണ വേണം. ഓ, സത്യമാണ്, എനിക്ക് എളുപ്പമായിരുന്നു കാണാൻ. അല്ല, ഞാൻ ഇതിന് വേറൊരു കാര്യം പറയട്ടെ. അങ്ങനെ അവക്ക് വിഷമാവുന്ന തോന്നി ആള് പറയാതിരിക്കാറില്ല. അങ്ങനെയുള്ള വികാരമൊന്നും ഉള്ള ഒരു മനുഷ്യനല്ല. നേരെ ഇട്ടായാലും ഇല്ലല്ലോ. എനിക്ക് ഈ സാധനം ഇല്ലാന്നാ പറഞ്ഞത്. ലിറ്റിൽ ഹാർട്ട്സ് ഇല്ലത് പേര് മാത്രമേ ഉള്ളൂ. ഇത്ര വലിയ സിനിമയിൽ അഭിനയിച്ചിട്ടും പക്ഷെ അത് ഇല്ലാന്നാണ് പറഞ്ഞത്. മുഖത്ത് നോക്കി ഇങ്ങനെ പറയുന്നാണ് പറഞ്ഞത്. അങ്ങനെ ഷെയ്നോട് പറയാൻ ആഗ്രഹിച്ചിട്ട് പറയാതിരുന്ന കാര്യം നുണയെ പറയാവോ? പറയാതിരുന്ന കാര്യമോ? ഞാൻ പറഞ്ഞ കാര്യം പറയാം അല്ലേ? ഷെയ്നോട് പറയാൻ ആഗ്രഹിച്ചിട്ട് ഞാൻ പറഞ്ഞ കാര്യം അങ്ങനെയാണോ? ഷെയ്നോട് പലതും പറയണമെന്ന് തോന്നി, പക്ഷെ ശരിക്കുള്ള ചോദ്യം എന്ന് പറയുന്നത് പറയണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അതല്ലേ? അങ്ങനെയൊക്കെ പറയാം. അതെ, അതല്ലേ സംഭവം. എനിക്ക് എന്റെ തല ഒന്നും പ്രവർത്തിക്കണില്ല, എന്റെ പൊന്നെ മാത്സ് പഠിക്കണ തോന്നുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഷെയ്നോട് ഞാൻ വിചാരിച്ചിട്ട് പറയാന്ന് വിചാരിച്ചിട്ട് പറയാതിരുന്ന ചോദ്യം ഒന്ന് മനസ്സിലാക്കി എടുക്കട്ടെ. ചോദ്യം ഷെയ്ന്റെ അടുത്തല്ലേ ചോദിച്ചു? ഷെയ്ൻ ഉത്തരം പറഞ്ഞില്ലേ? അപ്പൊ ഇവിടെ ആയിരുന്നു. എന്താ പറഞ്ഞേ? പറ്റത്തൊന്നുമില്ല. മൈമയല്ലേ അതിന് കയറി ഉത്തരം പറഞ്ഞേ? ഷെയ്ൻ എല്ലാം പറയൂന്ന്. അത് കാര്യം രക്ഷിച്ചില്ലേ? ഞാൻ പറഞ്ഞതോ? ഞാൻ രക്ഷിക്കട്ടെ തന്നെ. മൈമ എല്ലാം പറയും.